കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ ഞാൻ വെറും വയറ്റിൽ ജീരകവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. അത് ഞാൻ ഇതൊരെണ്ണം മേടിച്ചതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല യൂസ് ആട്ടോ, ഇതിലാകുമ്പോൾ നമുക്ക് ഒത്തിരി മുട്ട പുഴുങ്ങാൻ പറ്റും. ഇത് ഞാൻ പുഴുങ്ങുമ്പോൾ 2 കൂടുതൽ പുഴുങ്ങും കേട്ടോ, പിള്ളേർക്കും കൂടി വേണ്ടി. ഞാനൊരു 3 മുട്ടയ്ക്കകത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതാണ് കേട്ടോ അത്യാവശ്യം കഴിക്കുന്നത്. ഇപ്പം എനിക്കിത് ഫില്ലിംഗ് ആണ്. ആദ്യമൊക്കെ ഒട്ടും ഫില്ലിംഗ് അല്ലായിരുന്നു കേട്ടോ. ഇപ്പം അതൊരു ഓക്കെയാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന കൊടുത്തി കുഞ്ഞിനും കൂടി അത് മുറിച്ചങ്ങ് കൊടുത്തേക്കുവേ. അപ്പോൾ അവനും അത് കഴിച്ചോളൂ, അല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ വെള്ളം എടുത്ത് വെക്കും. അത് അത്യാവശ്യം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ കുപ്പി വെള്ളം അങ്ങ് കുടിക്കുവാണെങ്കിൽ നമുക്കൊരു കണക്കുണ്ടേ. ഇത് രാവിലത്തെ സാമ്പാറും ദോശയാണ് കേട്ടോ. അവരൊക്കെ കഴിച്ചതിൻ്റെ എടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നേരെ ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്, അരി ഇടണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ കൂടെ തന്നെ നടക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നു. പച്ചക്കറി എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് ഒരു മെഴുക്കുരട്ടയും കൂടെ എങ്ങനെയും വെക്കണം. പിന്നെ മീൻ വാങ്ങിക്കാനൊക്കെ പോയതേ ഉള്ളൂ കേട്ടോ. മീനോ ചിക്കനോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ വെള്ളം കുപ്പി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കത്തില്ല, കാരണം വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണേ. ഇങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് അറിയാതെ കുടിച്ച് പൊക്കോളും. ഇത് നമുക്കുള്ള ഫുഡാണ് കേട്ടോ, ഡയറ്റിൻ്റെ ഫുഡാണ്. പപ്പായ ഇത് ഞാനിങ്ങനെ അരിഞ്ഞൊരു പാത്രത്തിലാക്കി അങ്ങ് വെച്ചേക്കും. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അങ്ങ് എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ അരിയിടാൻ പോവായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുവാണെങ്കിൽ ഇതുപോലെ മുട്ടയൊക്കെ കഴിച്ചാൽ ആദ്യം ചിലപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ഓംലേറ്റ് പോലെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ട് 3 മുട്ട എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കുറച്ച് വെജീസും അരിഞ്ഞിട്ട് ഒരു ഓംലേറ്റ് പോലെയൊക്കെ ആക്കി തിന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഫില്ലിംഗ് ആകും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറതുമായിട്ട് യൂസ് ആകും. അപ്പം നമുക്ക് 3 മുട്ടയൊക്കെ പുഴുങ്ങി കഴിച്ചാലും കുഴപ്പമൊന്നും വരില്ല കേട്ടോ, നമുക്കത് ഓക്കെ ആവും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ റൈസോ അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡയറ്റും മുമ്പോട്ട് അതനുസരിച്ച് പോകുമല്ലോ. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരത്തേക്കൊന്നും കിടക്കില്ല കേട്ടോ. ഇപ്പോൾ തന്നെ അടുത്ത സാധനങ്ങൾ കൊണ്ടുവരുമ്പം അതിപ്പം കണ്ടോ, മീനും ഇറച്ചിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അതിൻ്റെയൊക്കെ പണി കിടക്കുവാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.